അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. എൻ്റെ മക്കൾ എന്നോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വന്നതിന് ശേഷം എന്നെ നല്ലതായിട്ട് ഉപദ്രവിച്ചിരുന്നു. അപ്പോഴും പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളും എന്നോടൊന്നും പറഞ്ഞില്ല. മക്കളുടെ അടുത്ത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ചോദിച്ചോ പറഞ്ഞ് എന്തുകൊണ്ട് അച്ഛനോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞാൽ കൊന്നുകളയും, അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്നമ്മ പറഞ്ഞു. ആരുടെ കൂടെയാണ് നിൽക്കുന്ന? കമൽരാജിൻ്റെ കൂടെയാണ്. അവിഹിതങ്ങൾ പല ടൈപ്പിൽ പല സൈസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മറ്റേ പരിപാടിയാണ് ഈ പ്രവാസികളായിട്ടുള്ളവരുടെ ഭാര്യമാര് കാണിക്കുന്ന പരിപാടി. അത് എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും അങ്ങനെയല്ല. വളരെ നന്നായിട്ട് വളരെ അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നവർ ഉണ്ട്, ഇല്ലെന്നല്ല, മനസ്സിലായ. ഇങ്ങനെ ഒരു പ്രവാസിയുടെ ഭാര്യ ഇതുപോലെ ഏതെങ്കിലും അവിഹിതം കാണിക്കുമ്പോൾ അത് എല്ലാ പ്രവാസികളുടെ ഭാര്യമാരെ ആ നെഗറ്റീവ് എനർജി ബാധിക്കാറുണ്ട്. അത് പേഴ്സണലി എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല. കാരണം വളരെ നന്നായിട്ട് വളരെ അന്തസ്സോടെ ജീവിക്കുന്നവരുണ്ട്. എൻ്റെ ഫാമിലി തന്നെ എനിക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ട്, മനസ്സിലായോ? അല്ലാണ്ട് ഈ മറ്റേ അടുത്ത പരിപാടി ചിലത് കാണിക്കാറുണ്ട്. അവൾക്ക് കിഴപ്പിൻ്റെ സുഖം എന്ന് പറയും, കിഴപ്പിൻ്റെ സുഖം എന്ന് പറയും മലയാളത്തിൽ. അതേ എനിക്കതിൽ പറയാനുള്ളൂ. എന്തായാലും രാജേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി താൻ എത്രയോ 10 കൊല്ലത്തിന് മേളിൽ പ്രവാസ ജീവിതം നയിച്ചു. കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് കാശ് അയച്ചു കൊടുത്ത് വീട്ടിലിരിക്കുന്ന അവളുമാരുകൾ വേറെ ഡാൻസ് മാസ്റ്ററിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരവസ്ഥ. എന്തായാലും രാജേഷ് കുമാർ 10-30 ലക്ഷം രൂപയോളം അയച്ചു കൊടുത്തു വീട് വയ്ക്കാനെന്ന് പറഞ്ഞു. അത് ഈ മറ്റേ വേറെ ഒരുത്തനുമായിട്ട് ഡാൻസ് മാസ്റ്റർ, അതായത് കുട്ടികളുടെ ഡാൻസ് മാസ്റ്ററുമായിട്ട് ലിവിങ് ടുഗദറിലായിരുന്നു ഭാര്യ. ആളവിടെ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് പൈസ അയച്ചു കൊടുക്കണം. ഇവിടെ 2 എണ്ണം കൂടി അഴിഞ്ഞാട്ടം നടക്കുന്നു എന്നാണ് രാജേഷ് കുമാർ പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് രാജേഷ് കുമാർ പറയുന്ന കാര്യത്തിലോട്ട് വരാം. ഇതൊക്കെ ഞാൻ ഒന്നും പറയണില്ലടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നാട്ടിലായിരുന്നു, വൈഫുമായിട്ടും കുട്ടികളുമായിട്ടും നാട്ടിൽ സെറ്റിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാടക വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമായ ഒരു വീട് മേടിക്കണം അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീട് വേണം എന്നുള്ളൊരാഗ്രഹം 2 പേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചു ഇവിടെ നിന്നാൽ അത് നടക്കത്തില്ല, ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കാം, അങ്ങനെ ഒരു വീട് മേടിക്കാം. അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് 2014. ഈ 2014 പോയിട്ട് ഈ 24 വരെയുള്ള എൻ്റെ സമ്പാദ്യം മൊത്തം ഈ വീടിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ടോട്ടലി ഞാൻ 30 ലക്ഷം രൂപ ഞാൻ അയച്ചു. ചതിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ ഈ മാർച്ച് 24-ാം തീയതി നമ്മളെ വീടും പെരേടവും നമ്മുടെ പേരിന് എഴുതുകയാണ്. അതിനെ തുടർന്ന് ഞാൻ മാർച്ച് 22-ാം തീയതി കയറി വരികയാണ് ചെയ്തത്. വീട് എഴുതുകയല്ലേ എന്ന് വിചാരിച്ച് കയറി വരുമ്പോഴാണ് വൈഫും കുട്ടികളും ഇവിടെ ഇല്ല എന്നറിയുന്നതും. അവർ വൈഫിങ്ങനെ ഡാൻസ് മാസ്റ്ററായ കമൽരാജിൻ്റെ കൂടെ മക്കളുടെ ഡാൻസ് മാസ്റ്ററായ കമൽരാജുമായിട്ട് വൈഫ് ഇഷ്ടത്തിലായിരുന്നു. അവർ രണ്ടുപേരും ഒളിവിൽ അവർ ഫാമിലിയായിട്ട്, അതായത് എൻ്റെ കുട്ടികളുമായിട്ട് ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. വെച്ചാൽ തന്നെ അവർ കട്ട് ചെയ്തിട്ട് പറയും ഓരോ സ്ഥലത്ത് നിൽക്കുന്നെന്ന് പറയും. ഇപ്പം വീഡിയോ കോൾ വിളിക്കല് വേറെ സ്ഥലത്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ കട്ടാക്കി. രാത്രിയൊക്കെ ഞാൻ വിളിക്കുമായിരുന്നു. അപ്പോഴും വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു. മക്കളും എന്നോടൊന്നും പറഞ്ഞില്ല. മക്കളുടെ അടുത്ത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ചോദിച്ചോ പറഞ്ഞ് എന്തുകൊണ്ട് അച്ഛനോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞാൽ കൊന്നുകളയും, അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്നമ്മ പറഞ്ഞു. ആരുടെ കൂടെയാണ് നിൽക്കുന്ന? കമൽരാജിൻ്റെ കൂടെയാണ് നിൽക്കുന്നതൊക്കെ അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ അറിയുമ്പോൾ അറിയട്ടെ, അതൊരു അവിഹിതം ഇങ്ങനെ പോട്ടെ, കണ്ടിന്യൂ പണ്ണട്ടെ എന്നാണ് രാജേഷ് കുമാർ പറയുന്നത്. എന്തായാലും മക്കൾ അച്ഛൻ്റെ അടുത്ത് ആ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ തീർത്ത് കളയും എന്ന് പറയുന്ന തള്ളയല്ല എന്ന് പറയുന്ന ഒരുത്തി, അത്രയും മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇതിന് ആവശ്യമില്ല എന്നാണ് രാജേഷ് കുമാർ വീണ്ടും പറഞ്ഞു വരുന്നത്. സൂപ്പർ ന്യായീകരണങ്ങൾ വളരെ വളരെ വ്യക്തമാണ്. എനിക്ക് വളരെ വ്യക്തമാണ്. കാണിക്കാൻ പാടില്ലാത്ത മറ്റേ അടുത്ത പരിപാടിയെല്ലാം കാണിച്ചിട്ട് അവസാനം ന്യായീകരണം അല്ലേ? അച്ഛനറിയുമ്പോൾ അറിയട്ടെ, അതുവരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. അങ്ങേരോടെ കിടന്ന പട്ടിയെ പോലെ വേർത്തൊലിച്ച് ചോര നീരാക്കി പണിയെടുത്ത് പൈസ അയക്കുമ്പോൾ കമൽരാജ് ആ ഒരു ഫ്ലോ കിട്ടുന്നത് ഇവിടെ പരിപാടി. സൂപ്പർ. വെറും ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് വെറും മറ്റേ അടുത്ത പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, പട്ടിയെ പോലെ അവിടെ കിടന്ന് പണിയെടുക്കണം. അങ്ങേർക്ക് വേണമെങ്കിൽ ഇത് ഈ കുടുംബവും ഗോത്രമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് അങ്ങേരെ ഇഷ്ടത്തിന് അങ്ങേർക്ക് ജീവിക്കാം. അവിടെ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്തിട്ട് കാശ് നാട്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണ്. അപ്പം ഇവിടെ നടക്കുന്നത് ഡിങ്കിണ്ണക്കണ്ണക്ക ആ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ബാക്കിയൊക്കെ ഒരു പ്രശ്നമില്ല. ഇത്രയും ഞാൻ വരുന്നത് വരെ അവൾ എന്നുമായിട്ട് സംസാരിച്ച് ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് എൻ്റെ പൈസ മൊത്തം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഗൂഗിൾ പേ വഴിയും പല രീതിയിലും അവൾ വിളിക്കുന്നത് എന്നെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ വരുമ്പോൾ അവരെ കൊണ്ട് സിനിമ കാണാൻ പോകുമായിരുന്നു, ബീച്ചിൽ പോകുമായിരുന്നു, കുട്ടികളെ കൊണ്ട് പാർക്കിൽ പോകുമായിരുന്നു. പിന്നെ അവരെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതെടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ പല രീതിയിലും സന്തോഷിച്ചിട്ട് തന്നെ ഹാപ്പി ആയിരുന്നു. ആ സമയത്തും ഭാര്യ കാമുകനുമായിട്ട് കണക്ഷനാണ്. അതെ, എൻ്റെ കൂടെ നിൽക്കുമ്പോഴും അവനുമായിട്ട് കണക്ഷനാണ്. ഫസ്റ്റ് 2019 1 ലക്ഷം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നത് ഞാൻ നേരിട്ട് തന്നെയാണ് കൊടുത്തത്. ആ രേഖയുടെ പേപ്പർ വെച്ചാണ് ഇവർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് അന്ന് 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയാണെന്ന് ടോക്കൺ കൊടുത്തിട്ട് ഞാൻ പോകുന്ന സമയത്ത് 19 കൊറോണ സ്റ്റാർട്ടായി 2-2.5 കൊല്ലം ലോക്ക്ഡൗണും കാര്യങ്ങളും ആ പ്രശ്നങ്ങളായിട്ട് നിന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആ സമയത്ത് പെരേഡ് എഴുതിയെടുക്കാൻ പറ്റാതിരുന്നത്. സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉടമ എന്നെ ഞാൻ ബന്ധപ്പെടാനായിട്ട് വൈഫിൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അവരിവിടെ ഇല്ല, USA പോയിക്കണം. അവളെ പോലും കോൺടാക്ട് ചെയ്യുന്നില്ല. ഒരുപാട് പ്രാവശ്യമായിട്ട് വസ്തു ഇപ്പോൾ ഇന്ന് എഴുതും നാളെ എഴുതും എന്ന് ഇവൾ പറയുന്നതല്ലാതെ വസ്തു എഴുതുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം അതൊന്നും അറിയുകയും വേണം. അവരുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വല്ല എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വസ്തു ഉടമയുമായിട്ട് എനിക്ക് സംസാരിച്ച് ഇതിനൊരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരും അറിയാതെ വന്നത്. കമൽ രാജിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമൽ രാജിൻ്റെ ഇപ്പോഴത്തെ ഒരു 4ാമത്തെ 5ാമത്തെ പെണ്ണാണ് ഇവളെന്നാണ് അറിയപ്പെട്ടത്. ആ മണനാക്കിലും പചനമഠത്തിലും ഒക്കെ തിരക്കിയപ്പോൾ പചനമഠമാണ് അവൻ്റെ സ്വന്തം സ്ഥലം. അവിടെയൊക്കെ തിരക്കിയപ്പോൾ ഇവൻ ഇതേപോലെ വീണ്ടും 1-2 പെമ്പിള്ളേരെ ഇങ്ങനെ ഒരുപാട് ക്യാഷ് പറ്റിക്കുകയും അവരുമായിട്ട് കറങ്ങുകയും അവസാനം ഇതൊന്നും വലിയ വിഷയമായിട്ട് ചാനലൊന്നും വന്നില്ല. അങ്ങനെയുള്ള ഈ പ്രവാസികളെ ഭാര്യമാരെ വളയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്നാണ് അവിടെയൊക്കെ അറിഞ്ഞത്. അതിൽ ഒരു ഏരിയയാണ് ഇപ്പം നിൻ്റെ വൈഫെന്നാണ് അവിടെയുള്ള നാട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. നിലവിൽ വേറെ 2-3 പെമ്പിള്ളേരെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി അതൊന്നും മീഡിയയിലൊന്നും വന്നിട്ടില്ല, ആരും വെളിയിൽ വേണ്ടിയിട്ടില്ല. കാരണം ഒരു കുടുംബം ഇല്ലാതാവുമെന്ന് വെച്ചാൽ ആരും. ഇവിടെ കമൽരാജിനെ ഞാൻ അത്ര കുറ്റം പറയില്ലെന്നല്ല, അവനെ മാത്രമായിട്ട് ഞാൻ ഇവിടെ ഒന്നും പറയത്തില്ല. അവൻ ചൂണ്ടയിട്ടു, ഇവള് വീണു. ആരെ തെറ്റാ? കമൽരാജിന്റെ തെറ്റാ. അവൻ ചൂണ്ടയിട്ടു, അവൻ പൈസ തട്ടിപ്പ് നടത്തിയത്, അതിന് തക്കതായ ശിക്ഷ അവന് കൊടുക്കണം. പണം തട്ടിപ്പ് ഫ്രോഡ് പരിപാടിയാ, മനസ്സിലായി. പക്ഷെ അവൻ ചൂണ്ടയിട്ടപ്പോൾ ഇവള് വീഴുന്നു. ഇവക്ക് ഇവളുടെ ഭർത്താവിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തോ കുടുംബത്തിൻ്റെ കൂടെ ഒരു സ്നേഹമോ ബന്ധമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവൾ ഇത് കണക്ട് ചെയ്യൂ? ഇല്ലല്ലോ. കണക്ട് ചെയ്യൂ? ഒരു സെക്ഷുവൽ ഫീലിങ്സ് അതിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിനെ തുലച്ചു, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കിയേക്കാം. നിലവിൽ വേറെ 2-3 പെമ്പിള്ളേരെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി അതൊന്നും മീഡിയയിലൊന്നും വന്നിട്ടില്ല, ആരും വെളിയും വേണ്ടിയിട്ടില്ല. കാരണം ഒരു കുടുംബം ഇല്ലാതാവുമെന്ന് വെച്ചാൽ ആരും വെളിയും വേണ്ടിയിട്ടില്ല. ഇതിപ്പോൾ അവർ ഇപ്പോൾ ലൈവായിട്ട് അവർക്ക് അല്ല പബ്ലിക്കായിട്ട് അവർക്ക് ജീവിക്കണം എന്നും പറഞ്ഞാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയും അവനും കൂടെ പോയിരിക്കുന്നത്. ഭാര്യ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സെപ്പറേറ്റ് ഫോട്ടോ ഇട്ട് വിഷമിക്കേണ്ട പത്രത്തിലും ന്യൂസിലും ഒന്നും, ഞാനും കമലും കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഇട്ട് തരാടാന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ട് തന്നെ. അതും കൂടെ ഇട്ട് തന്നെങ്കിൽ നമ്മളെ കല്യാണം നമ്മൾ 4 ആൾ അറിയിച്ചങ്ങ് കെട്ടിയേനെ എന്നാണ് വൈഫ് എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട് തന്നിരുന്നു. മക്കള് ഒരിക്കലും അമ്മയെ ഇനി കാണണ്ടെന്നാണ് അവർ പറയുന്നത്. മക്കൾ അമ്മയെന്ന് പോലും ഇപ്പോൾ വിളിക്കുന്നില്ല. അവളെ ഇനി നമുക്ക് കാണണ്ട, അവളും നമ്മളായിട്ടുള്ള ബന്ധം ഇനി വേണ്ട എന്നാണ് മക്കൾ പറയുന്നത്. അച്ഛന് എന്തെങ്കിലും ഒരു കാലത്ത് വീട് മേടിക്കുകയോ വെക്കുകയോ വാടാക്കുകയോ താമസിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ വന്ന് നമുക്ക് താമസിക്കാൻ നമുക്ക് പൂർണ്ണ സമ്മതമാണെന്നാണ് എൻ്റെ മക്കൾ പറയുന്നത്. മക്കള് അല്ല വൈഫിൻ്റെ അമ്മയും അച്ഛനും നോക്കാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ മക്കളെ നോക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല. കാരണം 14 ലക്ഷം രൂപ എൻ്റെ കൂട്ടുകാരൻ്റെ കടം മേടിച്ചും കൂടിയാണ് ഞാൻ ഈ 30 ലക്ഷം തയ്ച്ച് അയച്ചത്. ആ പൈസ എനിക്കിനി പോയി വേല ചെയ്ത് കൊടുത്തേ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി തിരിച്ച് പ്രവാസ ലോകത്ത് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതമേ വേണ്ടെന്ന് ഒക്കെ തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. ഇനി ജീവിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൂ. പിന്നെ കടമായിട്ട് 14 ലക്ഷം തന്ന അവരെ കൂടെ ചതിക്കാൻ എൻ്റെ മനസ്സ് എനിക്ക് അനുവദിക്കുന്നില്ല. അവനുമുണ്ട് 2 പെൺകുട്ടികൾ. ആ പൈസ എനിക്ക് വേല തിരിച്ച് കൊടുത്തേ പറ്റും. മറ്റു പ്രവാസികളടുത്ത് പറയാനുള്ളത്, ഒരിക്കലും ഇനി ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ പ്രവാസികളും വൈഫിനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും സഹോദരനൊക്കെയായിരുന്നാലും പൈസ പരമായിട്ട് അയക്കുമ്പോൾ അതിനെല്ലാത്തിനും എല്ലാ രേഖകളും കരുതി വേണം ഇനി അവർക്കൊക്കെ പൈസ അയക്കാൻ. അല്ലെങ്കിൽ എന്നെ പോലെ നല്ല ഭംഗിയായിട്ട് ചതിക്കപ്പെടും. നല്ല ഭംഗിയായിട്ട് 3G ആകും. അതാണ് അതിൻ്റെ വ്യക്തത, മനസ്സിലായി. എന്നാലും എനിക്ക് ഭയങ്കര വിഷമം തോന്നാണ് കേട്ടോ ഒരാളുടെ അവസ്ഥ. അങ്ങനെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് പട്ടിയെ പോലെ അവിടെ കിടന്ന് പണിയെടുത്ത് ചോര നീരാക്കി കഷ്ടപ്പെട്ട് പൈസ അയച്ചു കൊടുത്ത് കടവും വാങ്ങി പൈസ അയച്ചു കൊടുത്തപ്പോൾ ഭാര്യ എന്ന് പറയുന്ന സാധനം ഇവിടെ കിടന്ന് കാണിക്കുന്ന ആവാസങ്ങൾ, അതാണ് അങ്ങേര് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങേരുടെ അഭിപ്രായമാണ്. അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടാൽ പോരാ, 2 സൈഡും കേൾക്കണം എന്നുള്ളൊരു വ്യക്തത ഉള്ളത് കൊണ്ട് ആ പറയുന്ന ഭാര്യ എന്ന് പറയുന്ന മഹത് വ്യക്തി പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. കേൾക്കണമല്ലോ. എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവൽ നീഡ് എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. അത് ഭാര്യ തന്നെ ഭർത്താവിൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാന്നുള്ള പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഇവർക്ക് മാത്രമല്ലല്ലോ സെക്ഷൽ നീഡ്, അങ്ങേർക്കും ഉണ്ടല്ലോ. അങ്ങേര് അവിടെ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് ഒരു കാലം വന്ന് സൂപ്പറായിട്ട് ജീവിക്കാം എന്നുള്ളൊരു മനസ്സോടല്ലേ പോകുന്നത്, അല്ലേ? അപ്പോൾ അവിടെ 10-30 ലക്ഷം രൂപ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേരിക്ക് അവിടെ വേറെ പെണ്ടാട്ടിയും പിള്ളേരൊന്നും കാണത്തില്ല. എന്തായാലും അത്രയും ചോര നീരാക്കി പണിയെടുത്ത് നാട്ടിലോട്ട് പൈസ അയക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന രാജേഷ് എന്ന് പറയുന്ന വ്യക്തി. അത് ഈ സംസാരത്തിൽ നിന്നും കാര്യങ്ങളിലൊക്കെ പിടികിട്ടും. എന്തായാലും ഭാര്യ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അങ്ങ്
അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. എൻ്റെ മക്കൾ എന്തോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വന്നതിന് ശേഷം എന്നെ നല്ലതായിട്ട് ഉപദ്രവിച്ചിരുന്നു. അപ്പോഴും പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ ഇയാൾക്ക് കാണാം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ 2 പിള്ളേരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കിയത്. അവർ 2 പേരെയും വീട്ടിലോട്ട് കൊണ്ടാക്കി കൊടുത്തു രാജേഷിനെ കാണാനായിട്ട്. രാജേഷിനെ ഞാനോട്ട് ഒരു 2.5 വർഷം കൊണ്ട്, ഒരു 3 വർഷത്തിലധികമായിട്ട് നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയിലല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് തരാനും ലീവിന് വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് തരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ 3 വർഷത്തിലൊരിക്കൽ വന്നിട്ട് 6 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു രാജേഷ്. പിന്നെ രാജേഷിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഭാര്യ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ രാജേഷും തമ്മിൽ 15 വയസ്സിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. പക്ഷേ ഈ അമ്പലം അങ്ങനെയുള്ള കാര്യത്തിലാണ് രാജേഷ് ജീവിക്കുന്നത്. പിന്നെ ഈ 30 ലക്ഷം രൂപ ഞാൻ കൊണ്ട് പോയെന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു എഗ്രിമെൻറ്റ് പറയുന്നുണ്ട് രാജേഷ്. അത് 2019 ആ സമയത്ത് ഒരു എഗ്രിമെൻറ്റ് എഴുതിയായിരുന്നു ഒരു വസ്തു വാങ്ങാനായിട്ട്. പക്ഷേ അതിലൊരു 13 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയതാണ്. പക്ഷേ അത്രയും പൈസ ആവാത്തതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. അഥവാ അങ്ങനെ രാജേഷിന് അത് കള്ളത്തരമാണെന്ന് രാജേഷിന് അറിയാമെന്നുണ്ടെങ്കിൽ രാജേഷിന് അത് ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മുമ്പേ കൂട്ടി പരാതി കൊടുക്കാനുള്ളതാണ്. പക്ഷേ അതിനുശേഷം രാജേഷ് ഒരു 3-4 വർഷം നാട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് പോലും രാജേഷ് ഈ ഒരു കേസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വെച്ച് ഇതാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ കേസ് കൊടുക്കുന്നതിന് മുമ്പേ രാജേഷ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, രാജേഷ് ഇങ്ങനെ കേസ് 19 വയസ്സ് ഡിഫറൻസ് ഉണ്ടല്ലേ, അതിന്റെ വിഷയമാണല്ലേ. മനസ്സിലായി. ഓക്കെ, എന്തായാലും രാജേഷ് പറഞ്ഞ നേരെ ഉൾട്ടടിച്ചടേ. ഇവിടെ എത്തിയപ്പോൾ അവസാനം എത്തിയപ്പം ഞാനത് ബന്ധുരായ നേരെ ഉൾട്ടായി അവസ്ഥ. എന്തായാലും പ്രവാസികൾ മൊത്തത്തിൽ നാണം കെടുത്തുന്ന ഒരു ഏർപ്പാടാണ്. ചിലവർ ഇതിനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ കമൻറ്റും അതിൻ്റെ താഴെ വരും, ഓ പ്രവാസികളുടെ കാര്യങ്ങളല്ലേ ഇങ്ങനെയാവും എന്നുള്ള. അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ, അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം മാന്യമായി ജീവിക്കുന്ന പ്രവാസികളുണ്ട്. അതിനൊക്കെ മോശം പേര് കേൾപ്പിക്കുക എന്ന് പറയുന്ന ടാഗ് ലൈൻ യൂസ് ചെയ്ത് നടക്കുന്ന ചില സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായ കാര്യങ്ങൾ ആവട്ടെ, തെളിയട്ടെ. അല്ലാണ്ട് ഇപ്പോൾ രാജേഷ് പറഞ്ഞാൽ നേരെ ഉൾട്ടടിച്ച് ഇവർ പറയുന്നത്. എനിക്ക് രാജേഷിൻ്റെ ഭാഗത്ത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലി സംസാരം കേട്ടിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മക്കളെ ഉപദ്രവിക്കാൻ രാജേഷ് മുന്നിട്ട് നിന്നു എന്നുള്ള രീതിയിൽ ഈ ഭാര്യ പറയുന്നുണ്ട്. അപ്പോൾ ഇനി മക്കളാണ് സംസാരിക്കണം. മക്കൾ കണ്ട കാര്യം ഫേസ് ബ്ലർ ചെയ്തിട്ടാലും ഓക്കെയാണ്, അത് സംസാരിക്കണം. മക്കൾ കള്ളം പറയത്തില്ല, അത് പറയുമ്പോൾ വ്യക്തമാകും. മനസ്സിലായോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.